പ്രിയമുള്ളവരെ, ചിലപ്പോൾ നാം ചിന്തിക്കും ബാല്യം തന്നെയാണ് സ്വർഗമെന്ന്. ഞാൻ മാത്രമല്ല, പലർക്കും അങ്ങനെ ഒരു ചിന്തയില്ലാതെയില്ല. കുട്ടിക്കാലം എത്ര സുന്ദരമായിരുന്നു. ഈ കാലഘട്ടത്തിൽ പലരും ചിന്തിക്കാറുണ്ട് ഇങ്ങനെ. കലുഷിതമായ തകർന്ന ഹൃദയങ്ങളെക്കാൾ എത്രയോ ഭേദമായിരുന്നു മുറിഞ്ഞ കാൽമുട്ടുകളെന്ന്. അന്നൊക്കെ ചെറിയ ചെറിയ ചുവടുവയ്പ്പുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിലും ഇടയ്ക്കൊക്കെ ചെറിയ വീഴ്ചകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നുവെങ്കിലും അവയൊന്നും എക്കാലത്തേക്കും ഉള്ളതാണെന്ന ചിന്ത ഒരിക്കൽ പോലും നമ്മെ അലട്ടിയിരുന്നില്ല. അന്ന് നാം കാണിച്ചിരുന്ന ചെറിയ പിടിവാശികളൊക്കെ ഊതിവീർപ്പിച്ച ബലൂണുകൾ പോലെയായിരുന്നു. അമ്മമാരുടെ കരുതലോടുകൂടിയ ഒരു സ്നേഹവും തലോടലും കൊണ്ട് അതിനുള്ളിലെ കാറ്റ് എവിടെയോ പോയിരുന്നു. അന്ന് നമ്മൾ പ്രശാന്തമായി ഉറങ്ങുമായിരുന്നു. സൗമ്യമായി സംസാരിക്കുവാനും ഭംഗിയായി വസ്ത്രം ധരിക്കുവാനും അന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. സത്യസന്ധമായി അധ്വാനിക്കുവാനും ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും കപടതയില്ലാതെ നിഷ്കളങ്കമായി പെരുമാറാനും നമ്മൾ ഒരുക്കമായിരുന്നു. എന്നാൽ ഇന്ന് നാം കഴിഞ്ഞു പോയതിനെ മറക്കാനും പൊറുക്കാനും പുതിയവയെ സ്വീകരിക്കുവാനും ഒരുക്കമുള്ളവരല്ലാതാവുമ്പോൾ നാം അസ്വസ്ഥതയുടെ പടുകുഴിയിലേക്ക് മുഖമടിച്ച് വീഴുകയാണ്. പ്രിയമുള്ളവരെ, മറവിയാണ് മനുഷ്യന് ദൈവം നൽകിയ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് എന്ന് കാലം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മളും ആ വഴിക്ക് നീങ്ങിയേ മതിയാകൂ. ചിലത് ബോധപൂർവം മറക്കുന്നത് ജീവിത വിജയത്തിന് അനിവാര്യമാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സ്നേഹപൂർവ്വം, സേവേറിയോസ്.